അതായത് കൊമ്പന്മാരുടെ തട്ടകത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ നമ്മളെ പ്രകാശില് നമ്മളെ ചെറുക്കന്മാരൊക്കെ ഇവിടെ റെഡി ഇങ്ങനെ സെറ്റ് ആയിട്ട് കൊമ്പന്മാര് നിരന്ന് നിക്കട്ടെ. മൂന്നാളും ഇതൊക്കെ കേരളത്തിലെ വണ്ടി കേട്ടോ. ഒരുപാട് വണ്ടി ഉണ്ട്. വണ്ടി പിരാന്തന്നെ. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മളെ പുതുപുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോ ഇങ്ങനെ നിക്കണ കണ്ടറിയും. അതായത് കൊമ്പന്മാരുടെ തട്ടകത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അവിടെ നമ്മളെ പ്രകാശില്. ഇപ്പൊ നമ്മൾ ബാംഗ്ലൂർ നമ്മൾ പ്രകാശിക്ക് നിൽക്കണത്. ഇന്ന് നമുക്കൊരു ഡെലിവറി ഉണ്ട്. ഡെലിവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മൂന്ന് കൊമ്പന്മാരാണ് നമ്മളിന്ന് ഡെലിവറിക്ക് നമ്മൾ ഇറക്കാൻ പോണേ. ഒന്ന് നമ്മളെ ബി ക്ലബിൻ്റെ വണ്ടി, പിന്നെ നമ്മളെ അനുശ്രീൻ്റെ വണ്ടി ഉണ്ട്, 3 സ്റ്റാറിൻ്റെ വണ്ടി ഉണ്ട്. അങ്ങനെ 3 വണ്ടിൻ്റെ ഡെലിവറിക്ക് നമ്മൾ വന്നിക്കാണ്. നമ്മളിപ്പോൾ ഉള്ളത് കണ്ടില്ല, ഇവിടെ അത്യാവശ്യം ഇന്ന് നല്ല തിരക്കുണ്ട്, എല്ലായിടത്തും ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഒഴിഞ്ഞ സ്ഥലം വന്നിട്ടാണ് നമ്മളിപ്പോൾ ഇൻട്രോ പറയുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ള പരിപാടികൾ അപ്പോൾ നമ്മൾ ഇവിടെ വന്നപ്പോൾ മുതൽ ഇതിനുള്ളിലേക്ക് കയറി ഇതിനുള്ളിൽ മൊത്തം നമ്മളെ ഖലീഫിൻ്റെ വണ്ടി കട കിടക്കുന്നുണ്ട്. ഖലീഫിൻ്റെ ഒരു AITPൻ്റെ പെയിന്റിങ് കട നടക്കുന്നുണ്ട്, പിന്നെ വേറൊരു AITPൻ്റെ പെയിന്റിങ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമ്മൾ പ്രകാശിലെ വിശേഷങ്ങൾ നമുക്ക് കാണാം, പിന്നെ നമ്മൾ ഡെലിവറിയും കാണാം. അപ്പോൾ എല്ലാവർക്കും നമ്മളെ പ്രകാശിലെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സമയം രാവിലെ ഒരു 10 മണിയായപ്പോൾ നമ്മൾ പ്രകാശിന്റെ മുന്നിലെത്തി. നമ്മൾ നേരെ ഇതാക്കണോ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഇതാക്കണോ അകത്തെ വിശേഷങ്ങളാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഇതാക്കണോ ഒരു സൈഡിൽ ഇതാക്കണോ നമ്മൾ വാട്ടർ ചെക്കിങ് നടക്കുന്നുണ്ട്. നമ്മളെല്ലാവരും റീൽസിലൊക്കെ കാണുന്ന ഒരു പരിപാടിയാണ്. പക്ഷെ ഇത് എന്തിനാ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വണ്ടിക്ക് വാട്ടർ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പം ഈ കാണുന്നത്. പിന്നെ ഇതാ ഈ സൈഡിൽ ഇതാ നമ്മളെ കൊമ്പന്മാർ കിടക്കുന്നുണ്ട്. നമ്മളെ 2 ആൾ ഈ സൈഡിലുണ്ട്, ഒരാൾ അകത്താണ്. നമ്മളെ ലാസ്റ്റ് മിനുക്ക് പണികളാണ് ഇപ്പം നടക്കണമെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഡെലിവറി പരിപാടിയിലോട്ട് കിടക്കാൻ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെ ഒരു വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട്, അനുശ്രീൻ്റെ വണ്ടി. പിന്നെ നമ്മളെ ലെജൻഡിൻ്റെ വണ്ടിയൊക്കെ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ മൻസൂറൊക്കെ ഉണ്ട്. അങ്ങനെ ഇവിടെ ഇത് കണ്ടില്ലേ, ഇവിടെ അത്യാവശ്യം വണ്ടി കിടക്കുന്നുണ്ട്. ഇതിലൊന്ന് ഇതാക്കണു ഈ കിടക്കുന്ന വണ്ടി നമ്മൾ മജോസ്കിൻ്റെ വണ്ടിയാണ്. ഇതൊക്കെ കേരളത്തിലെ വണ്ടി കേട്ടോ. ഒരുപാട് വണ്ടി ഉണ്ട്. ഫുള്ള് നമ്മളെ ZS അല്ലേ, ZS. അതിൽ കുറച്ചുള്ളൂ Z കൊണ്ട് വരുന്നത്. ഇതാ ഒന്ന് ഇവിടെ ഉണ്ട്, ഒന്ന് ഇവിടെ ഉണ്ട്. മൻസൂർഖാനുണ്ടല്ലോ ഇവിടെ. പിന്നെ അവിടെ നമ്മളെ ഡെലിവറിൻ്റെ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും അതിൻ്റെ തയ്യാറെടുപ്പിലാണ്. നമ്മളെ അവിടെ നമ്മളൊരു AITP പണി നടക്കുന്നത് 2 അവിടെ കിടക്കുന്നുണ്ട്. എന്താ ഇതിന്റെ അടി കൂടിയൊക്കെ നടക്കുമ്പോ അല്ലേ, ഇതിന്റെ അടി കൂടിയൊക്കെ നടക്കുമ്പോ കിട്ടുന്ന ഒരു വികാരം വേറെ രോമാഞ്ചം എന്ന് പറയാ. കണ്ടില്ലേ, ഒക്കെ പടി നടന്നോണ്ട് നിൽക്കണം. പിന്നെന്താ മൻസൂർ എന്തോ പറയാണ്ട്. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങുന്ന വണ്ടി എന്താ വെച്ചാൽ കൂളിംഗ്, ടോട്ടൽ ക്ലാസ് മുഴുവൻ കൂളിംഗാ. ഇവിടുന്ന് ഇറങ്ങിപ്പോയ വണ്ടിന്റെ ഒക്കെ നമ്മള് കണ്ടത് കൂളിംഗാ. ശരിയാണ്, കണ്ടില്ലേ ഇപ്പൊ ഇറങ്ങണ വണ്ടിക്കൊക്കെ. ഇന്നിപ്പോ നമ്മൾ ഡെലിവറിക്ക് പോണ വണ്ടിന്റെ ഒക്കെ ഈ സൈഡ് ഗ്ലാസ് ഫുള്ള് കൂളിങ്ങിലാണ്. നമ്മളെ ചെറുക്കന്മാരൊക്കെ ഇതാക്കണം ഇവിടെ റെഡി ഇങ്ങനെ സെറ്റായിട്ട് കൊമ്പന്മാര് നിരന്ന് നിക്കട്ടെ. 3 ആളും ചെറിയ 3 നെറ്റിപ്പട്ടൊക്കെ കെട്ടിയിരിക്കണ്. ഇതാക്കണോ 3 ആളിങ്ങനെ നിരത്തി നിർത്തിയിട്ട് ഇതാക്കണം കുറച്ചിങ്ങനെ വിട്ട് നിന്നിട്ട് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല്. ആ ഫീലിലാണ് ഇതാക്കണം നമ്മളെ വണ്ടിന്റെ ഓണർമാരൊക്കെ നോക്കണണ്ടില്ലേ. എല്ലാവരും ഉണ്ട്. നമ്മളെ അനുശ്രീൻ്റെ ആണെങ്കിലും ബി ക്ലബിൻ്റെ ആണെങ്കിലും 3 സ്റ്റാറിൻ്റെ ആണെങ്കിലും എല്ലാവരും ഇവിടെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇതാക്കണം നമ്മളെ പൂജക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാണ്. കുറച്ച് ചാവില്ലേ ഈ ആൾക്കാരൊക്കെ നോക്കിക്കണ എന്തിനാ നിങ്ങൾക്ക് അറിയില്ലല്ലോ. ഈ പായത്തിന് മാറ്റിട്ടാണ്. പക്ഷെ ഇത് കിട്ടൂല, ആർക്ക് നോമ്പ്? ആ നോമ്പില്ലേ രാവിലെ പൊറാട്ട ഒന്നും ഉണ്ടായില്ല, മസാല ദോശ മാത്രം. എന്നിട്ട് പുച്ചായപ്പോ നോമ്പായില്ലേ. ശരിക്കും നോമ്പിലാണ്. അത് തീരുവാത്തല്ല, ഗുണ്ടൊട്ടിച്ചല്ല. പിന്നെ ഇതാക്കണം നമ്മളെ ടൈമായി, നമ്മളെ പൂജയും കാര്യങ്ങളും അങ്ങനെ തുടങ്ങിയിട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് രാവിലെ പൂജയും കഴിഞ്ഞിക്കാണ്ട് നമ്മൾ പ്രകാശന്ന് വണ്ടിയും കൊണ്ട് പോകണത്. സാധാരണ നമ്മൾ ഡെലിവറിക്ക് വന്ന് കഴിഞ്ഞാൽ നമുക്ക് രാത്രിയൊക്കെ നമുക്ക് വണ്ടി കിട്ടല്. പക്ഷെ ഇന്ന് നമ്മൾ നേരെ തിരിച്ചാണ്. നമുക്ക് ഇന്ന് രാവിലെയാണ് ഡെലിവറി. നോമ്പിന്റെ എഫക്റ്റ് ആണ് ഈ കാണുന്നത്. സൈഡ് എഫക്റ്റ് വിരലെടുത്തിക്കണ് മുഖത്ത്, ഇവിടൊക്കെ വിരലെടുത്തിക്കണ്. പ്രഷർ കുറയരുതില്ലേ, നല്ല ഇറക്കി വെക്കരുത്. വണ്ടി അതാണ് വണ്ടി പിരാന്തന്നെ. വണ്ടി പിരാന്തല്ല, ഒരു ഫുൾ പിരാന്ത്. ഒരു വണ്ടി ഓനൊരു വീഡിയോ ഞാൻ തരണ്ട്. എന്താ വണ്ടി കഴിക്കണ വീഡിയോ. പുറത്ത് നിന്നെങ്ങാണ്ട് കോണില്ലാതെ മെയിൻ ക്ലാസ് ഫുള്ള് കഴിക്കണ ഒരാളുണ്ടെങ്കിൽ അതെന്താണ്? ഉണ്ട്, അത്യാവശ്യം ഉണ്ട്. നിങ്ങളൊപ്പം നിന്നാണ്
അപ്പൊ മനസ്സിലാവും. ആ അങ്ങനെ നമ്മളെ പൂജ ഏകദേശം തീരുമാനമായി. നമ്മൾ അടുത്ത ചടങ്ങുകൾ ഇതാകൊണ്ട് കണ്ടില്ലേ, നമ്മളെ വണ്ടിന്റെ കീയും കാര്യങ്ങളൊക്കെ ഡോക്യുമെന്റ്സ് ഒക്കെ ഏറ്റവും അങ്ങനെ പരിപാടിയാണ്. നമ്മളെ 3 സ്റ്റാറിന്റെ ഓണറും ഉണ്ട്, പിന്നെ അതേമാതിരി നമ്മളെ വണ്ടിന്റെ സാരഥികളൊക്കെ ഉണ്ട്. ആദ്യം നമ്മൾ കീയും കാര്യങ്ങളൊക്കെ വാങ്ങണത് നമ്മളെ 3 സ്റ്റാറിന്റെ ആണ്. അങ്ങനെ ഇനി അടുത്ത ചടങ്ങ് ഇതാക്കണം നമ്മൾ ബി ക്ലബിന്റെ ആണ്. ബി ക്ലബിന്റെ ഈ കാണുന്ന 2 ആളാണ് നമ്മൾ ബി ക്ലബിന്റെ പാർട്ണർമാരാണ്. പിന്നെ ഈ ഒരു ടീമാണ് നമുക്ക് ഇന്ന് ഈ പ്രകാശത്ത് ഈ ഡെലിവറിക്ക് നമുക്ക് പരിപാടിക്ക് പങ്കുചേരാൻ ഒരു അവസരം ഉണ്ടാക്കി തന്നത്. ഫൈനലി ഇതാക്കണം നമ്മൾ അനുശ്രീന്റെ കീയുംപാട് അങ്ങനെ നമ്മൾ വാങ്ങി. ഇനി നമുക്ക് ഇതാക്കണം ഈ 3 കൊമ്പന്മാരെയും കൊണ്ട് നമുക്ക് ഇനി തിരിച്ച് നാട്ടിക്ക് പോകണം. ഇനിയാണ് നമ്മളെല്ലാവരും ആ റീൽസിലാണ് കാണുന്ന ആ ഒരു വരവ്. നമ്മളെ ചെക്കന്മാര് നമ്മളെ പ്രകാശിന്റെ ഗേറ്റ് തുറന്നിട്ട് റോട്ടുമ്മക്ക് വരുന്ന ഒരു എൻട്രി ഉണ്ട്. അത് എടുക്കാനും വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഇതാകണം ഈ സൈഡിൽ വന്ന് നിൽക്കണം. അപ്പൊ ഇനി അതല്ല നമ്മളെ ചെക്കന്മാര് വരുന്ന ആ വരവാണ് കണ്ടാലോ. അങ്ങനെ ഇതാക്കണേ നമ്മളവിടുത്തെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിതാക്കണം നേരെ നമ്മളെ എക്സ്പ്രസ് ഹൈവേയിൽ ഒന്ന് കയറി. ഇനി നമുക്ക് നമ്മളെ 3 കൊമ്പന്മാരെ റണ്ണിങ് ഷൂട്ടാണ് കണ്ടല്ലോ. നല്ല അടിപൊളി റണ്ണിങ് ഷൂട്ട്. കാരണം നമുക്ക് രാവിലെ ഡെലിവറി എടുത്ത് കഴിഞ്ഞാലുള്ള ഉപകാരം ഇതാണ്, തിരിച്ച് വരുമ്പോൾ നമുക്ക് നല്ല റണ്ണിങ് ഷൂട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് പൊളിച്ചടുക്കി പോരാ. അങ്ങനെ ഇതാക്കും നമ്മളെ റണ്ണിങ് ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. അപ്പൊ ഇനി ഏതായാലും നമ്മളെ ചെക്കന്മാരെ അപ്ഡേഷനും സൗണ്ട് വർക്കും കാര്യങ്ങളൊക്കെ കഴിയട്ടെ. അപ്പൊ ഏതായാലും ബാക്കി നമുക്ക് ഇനി അപ്പൊ കാണാം. അങ്ങനെ ഇനി ഏതായാലും നമ്മൾ ഇതേപോലത്തെ കിടിലം വീഡിയോസ് ആയിക്കാണ്ട് നമ്മൾ ഇനി ഇടയ്ക്കിടയ്ക്ക് വരും. നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണാണ് എന്നുണ്ടെങ്കിൽ നമ്മളാണ് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് നമ്മളൊപ്പം അങ്ങോട്ട് കൂടിക്കോളി.